അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവനും ഗ്രില്ലും ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു തന്തൂരി ചിക്കനാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ ഈ തന്തൂരി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നല്ല പോലെ തന്നെ ഞാനിവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ അത്യാവശ്യം വലിയ പീസായിട്ട് വേണം ചിക്കനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ചിക്കനെ കുക്ക് ചെയ്യുന്നത് പാനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ചിക്കൻ നമുക്ക് ചെറിയതായിട്ടൊന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ചിക്കൻ പീസ് എടുത്തിട്ട് ചെറിയതായിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുത്തിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കാം. ഒരുപാട് ബലത്തിലൊന്നും നമ്മൾ അടിക്കരുത് കേട്ടോ. ചിക്കൻ്റെ ഒരു എല്ലൊന്നും നുറുങ്ങിപ്പോവാതെ തന്നെ പതിയെ നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചിട്ടൊന്ന് ചെറിയതായിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം തന്നെ ഞാൻ ചെറിയതായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. മസാല നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് ചിക്കനകത്ത് നല്ല പോലെ തന്നെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ ചിക്കന്. അപ്പോൾ ഇതുപോലെ ഓരോ പീസും എടുത്തിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിക്കൻ ഒന്ന് പരത്തി ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് കഴുകിയിട്ട് എടുക്കുക. ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് ചിക്കനകത്ത് ഒരു വെള്ളം തോർന്നതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക കേട്ടോ. ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം കാണരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മസാല അങ്ങ് ലൂസായിട്ട് പോവും. അപ്പോൾ ഈ തന്തൂരി ചിക്കനിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ഫുഡ് കളർ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചിക്കൻ കുറച്ചും കൂടി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടാതെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ടുള്ള പേസ്റ്റ് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. അത് ഇതുപോലെ നമ്മുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഞെരടിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ട തൈരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. തൈര് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കട്ട തൈര് തന്നെ ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരുപാടങ്ങ് വെള്ളമയം കൂടിയിട്ടുള്ള തൈരാണെങ്കിൽ ഈ മസാല ഒരുപാടങ്ങ് ലൂസായിട്ട് പോവും. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇതിലേക്ക് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഈ ഒരു മസാല ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മസാലയിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മസാല നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുക. അപ്പോൾ ഇതിലൊരു സ്വല്പം എരിവ് കുറവുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ഇവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ചിക്കനിൽ മസാല ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വരിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് മസാല ഒന്ന് തേച്ച് കൊടുക്കാം. മസാല നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറഞ്ഞത് നമ്മളൊരു 2 മണിക്കൂറെങ്കിലും ഈ ചിക്കന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഫ്രീസറിൽ നമ്മൾ വെക്കണ്ട കേട്ടോ, താഴെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരമെങ്കിലും വെക്കുമ്പോഴാണ് ചിക്കനകത്തൊക്കെ ഒരു മസാല നല്ല പോലെ പിടിക്കത്തുള്ളൂ. മസാലയൊക്കെ ചിക്കനകത്ത് നന്നായിട്ടൊന്ന് പിടിച്ച് വന്നാലും നമുക്കിത് കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ.
അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കനിൽ നല്ലപോലെ തന്നെ മസാലയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് അപ്പോൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് റാപ്പിട്ട് നമ്മളൊന്ന് കവർ ചെയ്യുമോ അല്ലെങ്കിൽ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡയറക്റ്റ് എടുത്തതല്ല ഇത്. കുറച്ച് നേരം മുമ്പേ നമ്മൾ ആ ഒരു ചിക്കനെ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. ഓവർനൈറ്റ് നമ്മൾ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് തന്നെ ഒരു സ്വല്പം മാത്രം വെള്ളം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളം നമുക്കങ്ങ് കളഞ്ഞേക്കാം. ഈ ഒരു പാനിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ. തീ നന്നായിട്ട് കൂടി കിടക്കുകയാണെങ്കിൽ ബട്ടർ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ബട്ടർ ഇതുപോലെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്കിനി ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-2.5 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഒരു 2.5 മിനിറ്റോളം നമ്മൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നത് ആ ഒരു മസാലയുടെ ഒരു കോട്ടിങ് ഓയിലേക്ക് അധികം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ 2-2.5 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് തീ കുറച്ചങ്ങ് കൊടുക്കരുത്. ഇനി നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 8-9 മിനിറ്റോളം നമുക്ക് ആ ഒരു സൈഡിൽ നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതൊരു 8-9 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇനി ഈ ഒരു ചിക്കൻ്റെ ഈ ഒരു സൈഡ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടെ നമുക്കൊരു 8-9 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു 9 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇനി ഇത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മൊരിഞ്ഞ് വരാനുള്ള ഒരു വശമൊക്കെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കി നന്നായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. തീ കുറച്ചിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ചിക്കൻ വെന്ത് വരാനുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഒരു ഉൾവശമൊക്കെ ആണെങ്കിലും നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുറമേ നമുക്ക് മൊരിഞ്ഞ് കിട്ടാനുള്ള വശങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ട് ഞാൻ ഇതൊരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് ചിരട്ട കത്തിച്ചിട്ട് കുറച്ച് കനലും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് ചാർക്കോൾ ഒന്ന് കത്തിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ചിരട്ട കത്തിച്ച ഒരു കനലിലേക്ക് നമുക്കൊരു സ്വല്പം ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതുപോലെ പുക വരാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ ഒന്ന് പുക വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വെച്ചിരുന്നാൽ മതി. ഒരുപാട് നേരം ഞാൻ ഈ ഒരു പുകത്ത് ഇങ്ങനെ വെക്കുന്നില്ല. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ഈ മൂടി തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓവനോ ഗ്രില്ലോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തന്തൂരി ചിക്കൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.